സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി മുഖ്യമന്ത്രി കുറച്ച് നാളുകൾക്ക് മുൻപ് പ്രഖ്യാപിച്ചത് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടല്ലോ. ആ പദ്ധതിയിൽ ഇന്നു മുതൽ അപേക്ഷ നൽകാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക്, 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവർക്ക്, അവർക്ക് മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത, അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളോ മറ്റ് ക്ഷേമ പദ്ധതികളോ ഒന്നും ലഭിക്കാത്ത ആളുകൾക്ക് 1000 രൂപ പ്രതിമാസം നൽകുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. അതായത് ഏറ്റവും സാധാരണക്കാരായ സ്ത്രീകളെ, അവരെ ചേർത്ത് നിർത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച ഇടപെടലുകളിൽ ഒന്നായി നമുക്കിതിനെ കാണാൻ കഴിയും. ആ പദ്ധതിയിൽ അംഗമാകുന്നതിന് ഇന്നു മുതൽ അപേക്ഷ നൽകാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വെറും പ്രഖ്യാപനമല്ല, അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹിക ക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കൾ അല്ലാത്ത അർഹരായ സ്ത്രീകൾക്കാണ് 1000 രൂപ ധനസഹായം ലഭ്യമാക്കുന്നത്. ഇപ്പോൾ 1000 രൂപ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് ചെറുതായിട്ട് തോന്നാം. പക്ഷേ ആ 1000 രൂപ മറ്റാരുടെയും മുൻപിൽ കൈനീട്ടാതെ സർക്കാർ അവർക്ക് നൽകുമ്പോൾ, അത് അവരുടെ അവകാശമാകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം അത് ചെറുതല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്കുണ്ടാകുന്ന ഒരു അവകാശബോധം അത് ചെറുതല്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. മാനസ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. മാനസ, ഗുഡ് മോർണിംഗ്. സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികവാർന്ന ഇടപെടലുകളിൽ ഒന്നായി മാറുകയാണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി. ഇന്നു മുതൽ ആ പദ്ധതിയിൽ അംഗങ്ങളാകാൻ അപേക്ഷ നൽകാമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്? എങ്ങനെയാണ് ഈ പദ്ധതിയിൽ അംഗങ്ങളാകുന്നത്? മനു, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇന്നത്തെ പുലരി എന്ന് പറയുന്നത് ഏറെ സന്തോഷകരമായ ഒരു ദിവസം കൂടിയാണ്. ഇത്തരത്തിൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സഹായം ഇത്തരത്തിൽ അർഹപ്പെട്ട കൈകളിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ നവംബറിൽ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. അതായത് സംസ്ഥാനത്തെ നിർധനരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന ഒരു പദ്ധതിയാണ്. ഈ ക്ഷേമ പെൻഷനോ മറ്റ് സാമൂഹ്യ പെൻഷനോ അല്ലെങ്കിൽ ആനുകൂല്യമോ ഒന്നും തന്നെ ലഭിക്കാത്ത, ജോലിയോ മറ്റോ ഇല്ലാത്ത ആളുകൾക്ക്, ഇല്ലാത്ത സ്ത്രീകൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യം ലഭിക്കുക എന്നതും അറിയിച്ചിട്ടുണ്ട്. അതിനായുള്ള രേഖകളൊക്കെയും തന്നെ ഹാജരാക്കേണ്ട സാഹചര്യവുമുണ്ട്. ഒപ്പം തന്നെ ഇത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന കാര്യമാണ്. ഇത് kesmart.lsg.kerala.government.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിന് അപേക്ഷ നൽകേണ്ടത്. ഒപ്പം തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇന്ന് മുതലാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിനു മുൻപ് ഇതിനെതിരെ നിരന്തരം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരം വിവാദ ആരോപണങ്ങളൊക്കെയും തന്നെ ഉണ്ടായിരുന്നു. ഇത് ഒരു തട്ടിപ്പ് പരിപാടിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അപേക്ഷ സ്വീകരിക്കാത്ത ഒരു സാഹചര്യത്തിലൊക്കെയും തന്നെയാണ് അത്തരത്തിൽ, അതായത് അപേക്ഷ ഒന്നും തന്നെ നൽകാൻ അതിൻ്റെ സമയമാകുന്നതിന് മുൻപെയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി പ്രതിപക്ഷം, നമുക്കറിയാം എന്ത് നല്ല പദ്ധതികൾ കൊണ്ടുവരുമ്പോഴും അതിനെ തടയിടുന്ന ഒരു നീക്കം തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് തുടരുന്നതും. എന്നാൽ അതിനെയൊക്കെയും തന്നെ മറികടന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു സഹായഹസ്തമായ പദ്ധതി അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന കാര്യം കൂടിയാണ്. അതിന്റെ ആദ്യഘട്ടമാണ് ഇന്ന് നടക്കുന്നത്. അതായത് അത്തരം ആളുകൾക്ക് അപേക്ഷ നൽകാനുള്ള തീയതി ഇന്ന് മുതൽ തുടങ്ങുകയാണ്. ഇന്ന് മുതൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വെബ്സൈറ്റ് വഴി തദ്ദേശ ഭരണ സെക്രട്ടറിമാർ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഒപ്പം തന്നെയാണ് ഇത് ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നുള്ളത്. 35 അതോടൊപ്പം തന്നെ 60 വയസ്സിന് ഇടയിലുള്ള സ്ത്രീകൾക്കാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല ട്രാൻസ് വുമൺ ആളുകൾക്കും ഇത്തരത്തിലുള്ള ആനുകൂല്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും, അതായത് അർഹതപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും, എല്ലാ ട്രാൻസ് വുമൺമാർക്കും ഈ ഒരു പദ്ധതിയിലൂടെ തുക ലഭ്യമാക്കും, അല്ലെങ്കിൽ തുക നൽകും എന്ന പ്രഖ്യാപനം കൂടിയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. ഒപ്പം തന്നെയാണ് നമുക്കറിയാം രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി കൊണ്ടുവരുന്നതും അത് നടപ്പാക്കാൻ പോകുന്നതും അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നതും എന്ന ഒരു അഭിമാനം കൂടി കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. നിലവിൽ ക്ഷേമ പെൻഷൻ 62 ലക്ഷത്തോളം ആളുകൾക്കാണ് ലഭിക്കുന്നത്. എന്നാൽ ഈ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി വഴി സ്ത്രീകൾ 31.5 ലക്ഷം
ലക്ഷത്തോളം സ്ത്രീകളാണ് ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യം നേടാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു കണക്ക് കൂട്ടൽ എന്ന് പറയുന്നത്. ഇതോടെ 32-31 ലക്ഷവും ആകുമ്പോൾ ഏകദേശം 1 കോടിയോളം ആളുകൾക്കാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ. മാനസ, കണക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതെന്താണെന്നറിയാമോ? ഇപ്പോൾ നമ്മുടെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് 5900 കോടി രൂപ കേന്ദ്ര സർക്കാർ ഈ സമീപ ദിവസങ്ങളിൽ വെട്ടിക്കുറച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ നമ്മളെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാൻ എല്ലാ വിധത്തിലുള്ള അടവുകളും കേന്ദ്രം പയറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ ക്ഷേമ പദ്ധതികളിൽ ചേർത്ത് നിർത്തി സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ആ ഇടപെടലാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ആ ഒരു സംസ്ഥാന സർക്കാരിന്റെ ആ നിലപാടിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത്. അതുതന്നെയാണ് ഈ ഒരു പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് തുക ലഭ്യമാക്കണമെങ്കിൽ, അനുവദിക്കണമെങ്കിൽ വർഷം 3800 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവിടേണ്ടത്. അത്രത്തോളം, അതായത് കടബാധ്യതയിൽ അല്ലെങ്കിൽ കടക്കെണിയിൽ കേരളത്തെ ഞെരുക്കുമ്പോഴും കേന്ദ്രം എത്രത്തോളം സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കാൻ പറ്റുമോ, കടമെടുപ്പ് പരിധിയൊക്കെയും തന്നെ വെട്ടിക്കുറക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട്. അർഹതപ്പെട്ട തുക കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് അർഹതപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യവും സഹായവും നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനവും എന്നുള്ളതാണ് ഇവിടെ സുപ്രധാനമായും കാണേണ്ടത് എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ആനുകൂല്യം ലഭിക്കേണ്ട ആളുകൾ കേരളത്തിനകത്ത് ഉണ്ട്. എങ്കിൽ കൂടിയും ഇത്തരത്തിൽ കടബാധ്യതയോ സാമ്പത്തിക ഞെരുക്കമോ എല്ലാം തന്നെ ഉണ്ടാകുന്ന സാഹചര്യത്തിലും ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ അത് കൃത്യസമയത്ത് നടപ്പാക്കുക എന്ന നിശ്ചയദാർഢ്യം തന്നെയാണ് ഇടതുപക്ഷ ഗവൺമെന്റിന് ഉള്ളത്. അത് തന്നെയാണ് ഇതുവരെയും നടപ്പാക്കി വരുന്നത്. അതിന്റെ തുടർ പ്രവർത്തനവുമാണ് ഈ ഒരു പദ്ധതികളിലൂടെയൊക്കെയും തന്നെ നമ്മൾ കാണുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ 3800 കോടി രൂപയാണ് വർഷം ഈ പദ്ധതിക്ക് ചെലവിടുന്നത് എന്നുള്ളതാണ്. ഇതോടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 കോടി ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീ സുരക്ഷാ പെൻഷനൊക്കെയും തന്നെ ലഭ്യമാകുമ്പോൾ 1 കോടി ആളുകൾക്കാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യവും സഹായവും ലഭ്യമാകുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളും ഇത്തരത്തിലുള്ള ഒരു സേവനവും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തനവും ഒക്കെയും തന്നെ വിലയിരുത്തി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എത്രത്തോളം വികസനപരമായ കാര്യങ്ങളൊക്കെയും തന്നെ ഈ 10 വർഷക്കാലത്ത് നടപ്പാക്കിയിട്ടുണ്ടോ അതൊക്കെയും തന്നെ LDF ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയോടുകൂടി മാത്രമാണ് എന്നത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്തു പറയുന്ന ഒരു സാഹചര്യവുമുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊരിക്കൽ കൂടി ഒന്ന് പറയാമോ? ഇത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, അതിൻ്റെ വെബ്സൈറ്റ് ഏതാണ് തുടങ്ങിയ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് പറയാമോ? കാരണം സാധാരണക്കാരായ സ്ത്രീകളാണ്, സ്വാഭാവികമായി അവർക്ക് വലിയ സംശയങ്ങൾ ഉണ്ടാകാം. ഒരിക്കൽ കൂടി പറഞ്ഞാൽ അത് ഒന്നുകൂടി അവർക്ക് എളുപ്പമാകും. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ksmart.lsgkerala.government.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. 35 അതോടൊപ്പം തന്നെ 60 വയസ്സിനുമിടയിലുള്ള സ്ത്രീകളാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം, അതായത് AAY അല്ലെങ്കിൽ പിങ്ക് നിറമുള്ള കാർഡിൽ പെട്ടവരായിരിക്കണം എന്ന നിബന്ധന കൂടിയുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു മാനദണ്ഡം കൂടിയുണ്ട്. ഒപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ നൽകേണ്ടത്. ഒപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ, ഇനിയിപ്പോൾ മറ്റ് ക്ഷേമ പെൻഷനോ അല്ലെങ്കിൽ വിധവ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊന്നും തന്നെ വാങ്ങുന്നില്ല എന്ന കാര്യം കൂടി ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു അപേക്ഷ നൽകേണ്ടത്. സൂചിപ്പിച്ചതുപോലെ തന്നെ 35-60 വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം. ട്രാൻസ് വുമൺമാർക്കും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ രീതിയിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ട ഒരു ക്രമീകരണം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത്. ഇന്നു മുതൽ ആ പദ്ധതിയിൽ അപേക്ഷിക്കാമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ വെബ്സൈറ്റ് മാനസ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ നൽകേണ്ടത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ്. 1000 രൂപ വീതം നമ്മുടെ വീട്ടമ്മമാർക്ക്, മറ്റ് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത വീട്ടമ്മമാർക്ക് ഏകദേശം 31 ലക്ഷത്തോളം പേർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമിക കണക്ക് പ്രകാരം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നിങ്ങളൊരു കാര്യം ഓർക്കുക, നമ്മളെ വല്ലാതെ സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അവകാശപ്പെട്ട, അർഹതപ്പെട്ട കടമെടുപ്പ് പരിധിയിൽ നിന്ന് 5900 കോടി രൂപ കൂടി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ജനക്ഷേമ പദ്ധതികളിൽ നിന്ന് സർക്കാർ പിന്മാറുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പദ്ധതി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ പ്രതിപക്ഷം പറഞ്ഞത് എന്തായിരുന്നു, ചില മാധ്യമങ്ങൾ പറഞ്ഞത് എന്തായിരുന്നു? തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രഖ്യാപിച്ച പദ്ധതിയാണെന്ന്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിന്റെ ഫലവും വന്നു. പക്ഷേ സർക്കാർ പറഞ്ഞ വാക്ക് പാലിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത്
തെരഞ്ഞെടുപ്പോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെ പ്രസക്തമാകുന്നതേയില്ല. സാധാരണക്കാരായ മനുഷ്യർക്ക് പരമാവധി ചെയ്തു കൊടുക്കുക എന്ന് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതും. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ അപേക്ഷിക്കാം. 1000 രൂപ വീതം ഏറ്റവും സാധാരണക്കാരായ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത വീട്ടമ്മമാർക്ക് അവരുടെ കൈകളിലേക്ക് അവരുടെ അവകാശമായി, ഒരു കാര്യം ഓർക്കുക, അവരുടെ അവകാശമായ തുകയാണ്, അത് ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്, അത് ഉറപ്പിക്കുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. വിവരങ്ങളാണ് മാനസ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.